ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 22. നോക്കൂ, മനുഷ്യർ ദൈവത്തെക്കുറിച്ച് പല വിധത്തിൽ സംസാരിക്കുന്നതിനുള്ള ഏക കാരണം അവരുടെ അജ്ഞതയാകുന്നു. ചിലർ ദൈവം ദുർഗുണനാണെന്ന് പറയുന്നതിനുള്ള കാരണവും ഈ അജ്ഞത തന്നെയാണ്. ഇപ്രകാരം ദൈവത്തെ തങ്ങളെപ്പോലെ ഉള്ളവനെന്ന് ഇവർ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ തത്വവും സ്വഭാവവും ഇന്നതെന്ന് വ്യക്തമായി ഗ്രഹിക്കാതെ അവ സംബന്ധിച്ചുള്ള പല മൂഢവിശ്വാസങ്ങൾക്കും ഇവർ വശംവദരായി തീർന്നു. ദൈവത്തെക്കുറിച്ച് പലരും പല പ്രകാരത്തിൽ വിചാരിച്ചത് മാത്രമല്ല, ആർക്കും അദൃശ്യനായി അനന്ത മഹത്വശാലിയായി ആദികാരണനായിരിക്കുന്ന ദൈവം അരൂപിയായിരിക്കെ അവൻ്റെ കൽപ്പനകൾക്ക് വിരോധമായി സത്യത്തെ അസത്യമായി മാറ്റിയവർ എന്നേക്കും സ്തുത്യനായ സൃഷ്ടാവിനെ മറന്ന് പല രൂപങ്ങൾ നിർമ്മിച്ച് സൃഷ്ടിയെ നമസ്കരിക്കുകയും ചെയ്തുവെന്ന് വേദപുസ്തകം നമ്മെ കാണിക്കുന്നു. ഇക്കാലത്തും യഥാർത്ഥമായ അറിവിനെ ആഗ്രഹിക്കാത്ത പലരുമാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ നാം ദൈവത്തെ അറിയേണ്ടത് ദൈവം അരുളി ചെയ്ത വേദം മുഖാന്തരമാണ്. സത്യവേദ പുസ്തകപ്രകാരം ദൈവം നിർഗുണനോ ദുർഗുണനോയല്ല, പിന്നെയോ സദ്ഗുണനാകുന്നു. അദൃശ്യനായ ദൈവത്തെ ദർശിക്കുന്നതിനുള്ള കണ്ണ് സാക്ഷാൽ ഭക്തിയാകുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസവിപ്പാൻ കഴിയുന്നതല്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ എന്ന് എബ്രായ ലേഖനം. മനുഷ്യൻ ചെയ്യുന്ന സർവ്വ നന്മകളും ഈ വിശ്വാസഭക്തിയുടെ സാക്ഷാത്കാരണമാകുന്നു. അവൻ ചെയ്യുന്ന സർവ്വ നന്മകളും ഈ ഭക്തിയുടെ അഭാവവുമാകുന്നു. ദൈവത്തെ അറിയുന്നത് ജ്ഞാനവും അവനെ ആരാധിക്കുന്നത് നീതിയും ദൈവത്തെ സ്നേഹിക്കുന്നത് ഭാഗ്യവുമാകുന്നു. തുടർന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പഠനത്തിലേക്ക് നമുക്ക് വരാം. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പഠനം ക്രിസ്ത്യാനിത്വത്തെയും തിരുവഴുത്തിനെ സംബന്ധിച്ചും അത്യന്തം പ്രാധാന്യം അർഹിക്കുന്നതത്രേ. ക്രിസ്തു ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ തൻ്റെ രണ്ടാം വരവിനോടുള്ള ബന്ധപ്പെട്ട സംഭവങ്ങൾക്കും തുടക്കം കുറിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്രം മശിഹയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയുടെയും ഒരുക്കത്തിൻ്റെയും വിവരണവുമാണ്. യുഗങ്ങളായി ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശത്തിൻ്റെ കാതലായ വിഷയം ക്രിസ്തുവായിരുന്നു. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും യഹൂദന്മാരോടും ജാതികളോടും ശമര്യരോടും പ്രസംഗിച്ച സന്ദേശത്തിൻ്റെ കേന്ദ്ര വിഷയം യേശുക്രിസ്തുവായിരുന്നു. അതെ, പിതാവായ ദൈവത്തിൻ്റെ സവിശേഷതകൾ ക്രിസ്തുവിലും കാണുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് കൊലോസ്യർ 2:9. ഈ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ എല്ലാ ദൈവിക ഗുണങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നു. ഈ സ്വഭാവങ്ങൾ ദൈവത്തിന് മാത്രമുള്ളതാണ്. ആയതിനാൽ ക്രിസ്തു ദൈവമാണെന്നും തെളിയുന്നു. യോഹന്നാൻ 14:6-10 ക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്കത് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വന്തമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നുള്ളത് കർത്താവിൻ്റെ അവകാശവാദങ്ങളിലൊന്നാണ്. ഞാൻ വഴി കാണിച്ചു തരാം എന്നല്ല കർത്താവ് പറഞ്ഞത്. നമുക്ക് വഴി കണ്ടുപിടിക്കാം എന്നും പറഞ്ഞില്ല. ഞാനും ഒരു വഴിയാണ് എന്നും കർത്താവ് പറഞ്ഞില്ല. പിന്നെയോ ഞാനാണ് വഴി എന്ന് പറഞ്ഞു. പാപനിമിത്തം വഴിവിട്ടുപോയ മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള വഴി യേശുക്രിസ്തു മാത്രമാണ്. തുടർന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.